ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയല്ലോ, അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് എന്തിനാ പോയത്? ബൈത്തുൽ മഖ്ദിസ് പിന്നെ കരാറിലൂടെ വാങ്ങാനും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് പോയത്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഉമർ പോയി. ഉമർ മടങ്ങുന്ന സമയം ഉമറിന്റെ കൂടെ കുറേ ആളുണ്ട്, ധാരാളം ആളുകളുണ്ട്. ഉമർ എന്ത് ചെയ്തു? ആളുകളോട് പറഞ്ഞ് നിങ്ങളൊക്കെ പിന്നെ എന്നെ ഒന്ന് ഫ്രീ ആക്കാൻ പറഞ്ഞു. എന്നെ ഉമർ റളിയല്ലാഹു ഫ്രീ ആയിട്ട് പോകണം എന്താ വെച്ചാൽ ചില കുടിലുകൾ കൂടാരങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ആളുകളുടെ വിവരം തിരക്കാൻ. അപ്പോൾ ഒരു കുടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വയസ്സായിരുന്നതാണ്, ഒരു അജൂസ്, ഒരു കിളവിയാണ്. അപ്പോൾ ഉമർ പിന്നെ ആ കിളവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ കിളവി ഉമറിനെ കണ്ടപ്പോൾ ചോദിക്കാണ്, മാ ഫഅല ഉമർ എന്ന്. ഉമർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയാം, അതിനറിയാം ഉമർ ഈ വഴി പോയിട്ടുണ്ട്, ഉമർ ഈ വഴി വരുന്നുള്ളൂ. ഉമർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു, മാ ഫഅല. അപ്പൊ ഉമർ ഉമർ ആ സ്ത്രീക്കറിയില്ല ഇത് ഉമറാണെന്നുള്ളത്. അപ്പൊ ഉമർ റജാ സാലിമൻ, സുരക്ഷിതനായി മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഉടനെ ആ സ്ത്രീ പറയണത്, ലാ ജസാഹുല്ലാഹു ഖൈറൻ അന്നി, എന്റെ വിഷയത്തിൽ അള്ളാഹു ഉമറിന് ഒരു പ്രതിഫലവും നൽകാതിരിക്കട്ടെ എന്നാണ്. ലാ ജസാഹുല്ലാഹു ഖൈറൻ അന്നി എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഉമർ ചോദിക്കാണ്, ബിമ, എന്തുകൊണ്ട്? അപ്പൊ അവര് പറയാണ്, മാ അനാലനി മിൻ അതാഇഹി ശൈഅൻ മുൻദു വലി, ഇതുവരെ ഉമറിന്റെ അതാ എനിക്ക് വന്നിട്ടില്ല. ഉമർ അധികാരം ഏറ്റെടുത്ത ശേഷം ഇതുവരെ ഉമറിന്റെ ആ വേതനം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമറിന് ഒരു ഖൈറും കിട്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ ഉമർ പറയണ ആ സ്ത്രീയോട് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. വമായുദ്രി അൻകി വാൻതി ഫി ഹാദൽ മൗഖി, ഉമർ നിങ്ങളെ കുറിച്ച് എന്താ അറിയും? നിങ്ങൾ ഇവിടെ അല്ലേ, ഒരു വഴിയോരത്ത് വിദൂരതയിൽ നിങ്ങൾ, ഉമർ നിങ്ങളെ കുറിച്ച് എന്താ അറിയും എന്ന് പറയാം. അപ്പൊ ഉടനെ ആ സ്ത്രീ സുബ്ഹാനല്ലാഹ്, ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരമപരിശുദ്ധൻ, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. മാ ദനന്തു അന്ന അഹദൻ യലി അംറൻ നാസ് സുമ്മ ലാ യദ്രി മാ ബൈന മശ്രിഖിഹ വ മഗ്രിബിഹി. അവര് സുബ്ഹാനല്ലാഹ് പറഞ്ഞതിന് ശേഷം പറയാണ്, ഒരു വ്യക്തി ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് പശ്ചിമ പൗരസ്ത്യ ധ്രുവങ്ങൾക്കിടയിലുള്ള ആളുകളെ അറിയില്ല എന്ന് പറയുകയോ, അങ്ങനെ ഞാൻ ഒരിക്കലും ധരിക്കണില്ല. ആളുകൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അറിയണം. അത് ഇരു ധ്രുവങ്ങൾക്കിടയിൽ ആരെ കണ്ടോ അവരൊക്കെ അറിയണം. അങ്ങനെ അറിയാതിരിക്കേ എന്ന് ചോദിക്കാണ്. അപ്പൊ ഉമർ പറയാണ്, വാ ഉമറാ, കുല്ലുന്നാസ് അഫ്ഖഹു മിൻ ഉമർ ഹത്തൽ അജായിബ്. വാ ഉമറാ, ഉമറിനെ തന്നെ വിളിക്കുകയാണ്. എല്ലാവർക്കും ഉമറിനേക്കാൾ വിവരമുണ്ട്, വൃദ്ധജനങ്ങൾക്ക് വരെ, ഇളവികൾക്ക് വരെ ഉമറിനേക്കാൾ വിവരമുണ്ട് എന്ന് ഉമർ പറഞ്ഞു എന്നാണ്. എന്നിട്ട് പിന്നെ ഉമർ ആ സ്ത്രീയോട് പറയാണ്, പിന്നെ ഇപ്പോഴും അറിയില്ല കേട്ടോ, സ്ത്രീക്ക് ഉമറാന്നറിയും. ഉമർ പറയാണ്, പിന്നെ ഞാൻ ബിക്കം തബീഈന വലാമക്കി, അതായത് നിങ്ങളോട് ഉമർ ചെയ്ത അന്യായം, ആ അന്യായത്തെ ഒരു വില നൽകി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എത്രക്ക് അത് വിൽക്കും? ഫൈനി ഉരീദു അൻ അർഹമഹു മിനന്നാർ, കാരണം ഉമർ നരകത്തിൽ കത്തുന്നതിനെ തൊട്ട് ഞാൻ ഉമറിനോട് കരുണ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഉമർ അധികാരമേറ്റത് മുതൽ ഇന്നോളം നിങ്ങളോട് എത്ര അന്യായം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ എത്ര ദീനാറ് വേണം എന്ന് ചോദിക്കാൻ. അപ്പൊ അവര് പറയാണ്, പിന്നെ നിങ്ങൾ എന്നെ പൊട്ടനാക്കുകയാണ് ചോദിക്കണ സ്ത്രീ, പൊട്ടത്തിയാക്കുകയാണ് ചോദിക്കാണ്. അപ്പൊ ഞാൻ നിങ്ങളെ പൊട്ടത്തിയാക്കല്ല, ഞാൻ ജിദ് കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. ഉമർ ഒരിക്കലും നരകത്തിൽ കത്താൻ പാടില്ല. അതുകൊണ്ട് എന്താണ് അന്യായം ചെയ്തത് അത് ദീനാറ് തരാം, അത് വാങ്ങാൻ റെഡിയാണെന്ന് പറയും. അങ്ങനെ സംസാരിച്ച് ആ സ്ത്രീ 25 ദീനാർ, 25 ദീനാറിനൊത്ത് എന്ത് ഉമർ ചെയ്ത അന്യായം അതിന് വിട്ടുകൊടുക്കുക, മാപ്പാക്കുക, പകരം 25 ദീനാർ അത് അഗ്രി ചെയ്ത് വരുത്തുള്ളതുകൊണ്ട് വായോണ്ട്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും അലി ഇബ്നു അബി താലിബും വരുന്നത് ഇവിടേക്ക്, ഉമറിനെ കാണാനില്ല കുറച്ചു നേരമായിട്ട്. അപ്പം ഒരു തെരഞ്ഞു വരികയാണ്. അസ്സലാമു അലൈക അമീർ അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട്, അമീറുൽ മുഅ്മിനീൻ അസ്സലാമു അലൈക്കും.
അപ്പൊ ഈ സ്ത്രീ കൈ തലയിൽ വെച്ചിട്ട് അമീർ അൽ മുഅ്മിനീന ഫി വജ്ഹി, അവര് ആകെ ഇടങ്ങേറായി പോയി. അവര് പറയാണ്, അമീർ മുഅ്മിന്റെ മുഖത്ത് നോക്കിയിട്ടാണല്ലോ നിങ്ങൾ ഈ കുറ്റപ്പെടുത്തി. അത് അവരെ തന്നെ പറയാം, കുറ്റപ്പെടുത്തി പറഞ്ഞു. അവർക്ക് അപ്പോഴാണ് ഇത് അമീർ മുഅ്മിനീനാണെന്ന് അറിയുന്നത്. ഏതായാലും അപ്പോഴത്തേക്ക് കച്ചവടം ഉറപ്പിച്ചിരുന്നു. അപ്പൊ ആ സ്ത്രീയോടൊരു തൂവലെന്തേലും ചോദിക്കാണ് ഉമർ. അപ്പൊ തോലൊന്നുമില്ല. അപ്പൊ ഉമർ തന്നെ എന്ത് ചെയ്തു, ആ ഉമറിന്റെ വസ്ത്രത്തിന്റെ ഒരു കഷ്ണാണ് മുറിച്ചിട്ട് ഒരു എഴുത്തുകോല് കൊണ്ട് പിന്നെ എഴുതി, ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ മഷ്തറ ഉമറു മിൻ വലാമത്തി ഫുലാന മിൻ യൗമി അൻ വലിയൽ അംറൽ മുസ്ലിമീൻ ഇലാ യൗമി കദ ബി 25 ദീനാറൻ. അതാണ് എഴുതിയത്. അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉമർ അധികാരമേറ്റ് ഇന്ന ദിവസം വരെ ഉമർ ഇന്ന സ്ത്രീയോട് ചെയ്ത അന്യായം, അതിന് പകരം ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്, 25 ദീനാറിന് അത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉമർ ഒരന്യായം ചെയ്തു എന്നുള്ളത് അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ബോധിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അലീനെയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയും രണ്ടാളെയും സാക്ഷിയാക്കിയിട്ട് അതും എഴുതിയിട്ട് ഈ കത്തുണ്ടല്ലോ, ഈ എഴുത്ത്, അത് മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞ്, അബ്ദുള്ള, ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കത്ത് എൻ്റെ കഫനിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ മറമാടുമ്പോൾ ചെയ്യണം. എനിക്ക് ഈ കത്ത് നാളെ പരലോകവതി പർച്ചവൻ്റെ അടുത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞു. ഈ സുബ്ഹാനല്ലാഹ്, അതാ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് കേവലം 5 വക്ത് നിസ്കാരത്തിന്റെ മാത്രം വിഷയമല്ല. ഇനി അതിനേക്കാൾ സുബ്ഹാനല്ലാഹ്ക്ക് എന്തുണ്ട്, ഒരു വിശാലമായ തേട്ടവും ഒരു പിന്നെ ആശയമുണ്ട്. അതാണ് അവിടെ ആ സ്ത്രീയുടെ പ്രയോഗം, സുബ്ഹാനല്ലാഹ് മാബനൻതു അന്ന അഹദൻ എന്ന് പറഞ്ഞ പ്രയോഗം. ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ വിഷയങ്ങൾ ഉണ്ടല്ലോ, ഈ ഒരു ജുംല പറയുന്നതോടൊപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്.